എനിക്കൊരു ഹാഫ് അൽഫാം, പിന്നെ ഒരു ബിരിയാണി ഒരു ബിരിയാണി. പിന്നെ നിങ്ങൾക്ക് എന്താ വേണ്ടിയേ? ചെറിയ അരിക്കഞ്ഞിയും പിന്നെ ചമ്മന്തിയും. ഉണക്കമീൻ ഉണ്ടെങ്കിൽ ഉണക്കമീൻ കേട്ടോ. ഐഷ അതൊന്നും ഇവിടെ ഉണ്ടാവില്ലമ്മ. ഇവിടെ നല്ല അൽഫാം, നല്ല പെരി പെരി അൽഫാം മന്തിയൊക്കെ കിട്ടും. അത് ഇജ്ജന്നെ അങ്ങോട്ട് നാക്കിയാ മതി. അന്നോട് ഞാൻ കഞ്ഞിയും ചമ്മന്തിയും കിട്ടുന്നോടത്ത് നിർത്താൻ പറഞ്ഞിട്ട് ഞാൻ എവിടെ നിർത്തിക്കണം ഇവിടെ. എന്തൊക്കെയാണ് പഠിച്ചോണെ ഈ ബിലീസുകൾ ഓർഡർ ചെയ്തിക്കണം. കുറച്ച് തമ്പുരാനൊക്കെ ഉമ്മ നിങ്ങൾ ഇതൊന്നും തിന്നോക്കി. ഹേയ് ഇച്ചു വേണ്ടതൊന്നും ഒരു പാസ്പോർട്ട് ഇച്ചും ഇതൊന്നും അടച്ച് കഞ്ഞിയും ചമ്മന്തി മാത്രം മതി. കൈ കേക്കണോ രണ്ടും പാടെ ഈ കൂടിയൊക്കെ കൈയോട്ടതാ പോയി കൈ കേക്കാ. ഹേയ് ഇങ്ങനെ സാധനങ്ങള് വരിക്ക കേക്കിട്ട് വരാം നമുക്ക്. A few moments later. എന്റെ റബ്ബേ, എന്തമ്മത് നിങ്ങളല്ലേ ഫുഡ് വേണ്ടായിരുന്നേ? ഒക്കെ തിന്നേച്ചു. ഫുള്ള് നിങ്ങൾ തന്നെ തിന്നു. എന്തെങ്കിലും വരട്ടമ്മ. എല്ലാം കഴിഞ്ഞ് ആസ്വദിക്കാന്ന് പറ്റാ. ഒന്നല്ലെങ്കിൽ വാർദ്ധക്യം കൊണ്ടുപോകും, ഇല്ലാന്നുണ്ടെങ്കിൽ മരണം. ദീനം. അപ്പൊ ഫ്രണ്ട്സ്, ഞങ്ങൾ ഇപ്പൊ ഉള്ളത് മലബാർ റെസ്റ്റോറന്റിലാണ് കേട്ടോ. ഇവിടുത്തെ ഫുഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ഫുഡാണ്. ഫുഡിന്റെ ടേസ്റ്റ് വൈസ് ആണെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രിപ്പറേഷൻ, ഫ്ലേവേഴ്സ് ഒക്കെ ഭയങ്കര ഒരു റിച്ച്നെസ് ഫീൽ ആണ്. ഇവരെ മെയിൻ പ്രത്യേകതയാണ് ഇവരെ ആംബിയൻസ്. ഭയങ്കര അടിപൊളി നേച്ചർ ആംബിയൻസോട് കൂടി നിങ്ങൾക്ക് ഫുഡ് കഴിക്കട്ടോ ഇവിടുന്ന്. അപ്പൊ ഈ റെസ്റ്റോറന്റ് ഇവിടെ വരുന്നത് വെച്ചാൽ മൈസൂർ റോഡ് തൊറപ്പള്ളി പുത്തോമ നഗറിലാണ് കേട്ടോ. ഇവിടെ മാത്രമല്ല കേട്ടോ, എടക്കര, കരുളായി, പൂക്കോട്ടുംപാടം ഇവരുടെ റെസ്റ്റോറന്റ് ഉണ്ട്.